ഹലോ ഫ്രണ്ട്സ്, മഴതോരും മുമ്പിലെ പുതിയൊരു പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗ്രേസമ്മയും മാമച്ചനും ഭയങ്കര സ്നേഹത്തോടു കൂടി രേവതിയെ നോക്കുന്നുണ്ട് കേട്ടോ. രേവതി സ്വന്തം മകളെ പോലെയാണ് നോക്കുന്നത്. എന്നിട്ട് രേവതിക്ക് വേണ്ടുന്ന ഡ്രസ്സും മേക്കപ്പ് സെറ്റുകളും ഒക്കെ വാങ്ങി കൊടുക്കുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ രേവതിയുടെ കണ്ണ് നിറയാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നീ കരയുന്നതെന്ന്. അല്ല, ഇതൊന്നും തനിക്ക് കിട്ടിയിട്ടില്ലല്ലോ, അതുകൊണ്ട് പുതിയ ഡ്രസ്സൊന്നും ഞാൻ ഇട്ടിട്ട് പോലും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട്, നീ ഇനി അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട കേട്ടോ. നീ ഇവിടുത്തെ ഒരു കുട്ടിയല്ലേ, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ നോക്കുന്നത്, നീ കൊണ്ട് വിഷമിക്കണ്ട. എന്നിട്ട് പറയാം, ഇനി തൊട്ട് നീ എന്നെയും മാമച്ചനെയും ഒന്നും കൊച്ചമ്മയെന്നൊന്നും വിളിക്കാൻ നിൽക്കരുത്. കൊച്ചമ്മ സാറെന്നുള്ള വിളിയൊക്കെ മാറ്റിയിട്ട് ഇനി തൊട്ട് ആൻറ്റിയെന്നും അങ്കിളെന്നും വിളിക്കണം കേട്ടോ എന്ന് പറയാം. എന്നിട്ട് മാമച്ചനോട് പറയുന്നുണ്ട്, ഇവളെ നമുക്ക് പഠിക്കാൻ വിട്ടാലോ. അന്ന് അവിടുന്ന് വന്നപ്പോൾ ബ്രിജിതാമ്മ പറഞ്ഞിരുന്നില്ലേ, ഇവള് പ്രീ ഡിഗ്രി വരെ എന്തോ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. നമുക്ക് ഇവളെ ഡിഗ്രിക്ക് വിട്ടാലോ, പഠിക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് നല്ലൊരാളെ കല്യാണം കഴിച്ചൊക്കെ കൊടുക്കണമല്ലോ. അതൊക്കെ ഞാൻ അവിടെ വാക്ക് കൊടുത്തിട്ടാണ് ഇവളെ ഇവിടെ കൊണ്ട് വന്നത്. അത് ശരി തന്നെയാണ്. എന്തായാലും അവൾ നല്ലൊരു കുട്ടിയാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ പഠിപ്പിക്കുക തന്നെ വേണം എന്ന് പറയാട്ടോ അവർ. അതുമാത്രമല്ല, ഫോണെടുത്ത് എല്ലായിടത്തും ഒരു മോളെ കൊണ്ട് നടക്കുമ്പോൾ തന്നെയാണ് രേവതി അവർ കൊണ്ടു നടക്കുന്നത് കേട്ടോ. പലരും അറിയാത്ത പലരും ചോദിക്കുന്നുണ്ട്, ഗ്രേസമ്മേ ഇത് എൻ്റെ മോള് തന്നെയാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അല്ലാന്ന് പറയണില്ല, എന്നാൽ സ്വന്തം ബന്ധുവാണെന്നും ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ മോളെപ്പോലെ തന്നെയാണ് തൻ്റെ മരിച്ചു പോയ മകന് പകരക്കാരി ആവുക തന്നെയാണ് കേട്ടോ രേവതി അവിടെ. എന്നിട്ട് ഗ്രേസമ്മയോട് അനുവാദത്തോടുകൂടി ചോദിക്കുന്നുണ്ട്, എനിക്ക് എന്തായാലും എൻ്റെ ചേച്ചിക്കുട്ടിയെ ഒന്ന് കാണണം, അല്ലെങ്കിൽ ഒന്ന് ഫോണിലെങ്കിലും വിളിച്ച് സംസാരിക്കണം അലീനയോടൊന്ന്. അങ്ങനെ അലീനയെ ഫോണിൽ വിളിച്ച് ചോദിക്കുകയാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അലീനയും ചോദിക്കുന്നുണ്ട്, മോളെ അവിടെ എങ്ങനെയുണ്ട്, നിനക്ക് സുഖമാണോ എന്ന്. അപ്പോൾ രേവതിക്കുട്ടി ഗ്രേസമ്മ കേൾക്കെ തന്നെ പറയാൻ കേട്ടോ, അത് ചേച്ചി എനിക്കിവിടെ ഭയങ്കര സന്തോഷമാണ്, സ്വർഗം പോലെയാണ് ഞാനിവിടെ. പിന്നെ ഇവിടെ ആൻറ്റിയുടെയും അങ്കിളുടെയും മോളെ പോലെയാണ് എന്നെ അവർ നോക്കണേന്ന് പറയാം. ആൻറ്റിയോ അങ്കിളോ? അതെ, ഞാനവരെ കൊച്ചമ്മയെന്ന് വിളിക്കുന്ന അവർക്ക് ഇഷ്ടമല്ല, ആൻറ്റിന്നും അങ്കിളെന്ന് വിളിച്ചാൽ മതി എന്നാണ് പറയണേ. എനിക്ക് പുതിയ ഉടുപ്പുകളും ഒക്കെ വാങ്ങിത്തന്നു, ഒരു മോളെ പോലെ അതേ സ്നേഹത്തോടു കൂടി അവർക്കൊപ്പം എന്നെ നോക്കുകയെന്ന് പറയുമ്പോൾ അലീനയ്ക്ക് നല്ല സന്തോഷമാവും കേട്ടോ. ആ ഒരു സന്തോഷത്തിൽ. അപ്പോൾ തിരിച്ചും ചോദിക്കുന്നുണ്ട്, അവിടെ എങ്ങനെയുണ്ട് ചേച്ചി, അവിടെ ചേച്ചിയുടെ ബന്ധുക്കളെയും അമ്മയും സഹോദരങ്ങളെയും ഒക്കെ കണ്ടിരുന്നോ? ഞാനും ഒരു ദിവസം അങ്ങോട്ട് വരും എല്ലാവരെയും കാണാനായിട്ടെന്ന് പറയുമ്പോൾ അലീന പറയുക, ഇവിടുത്തെ കാര്യമൊന്നും പറയാതിരിക്കുക വിശേഷം. പിന്നെ പോരാഞ്ഞിട്ട് ഇവിടുത്തെ നമുക്ക് എന്തെങ്കിലും മിണ്ടാൻ പറ്റുമോ? വിജിതാമ്മയ്ക്ക് കൊടുത്ത വാക്കാണ്, കാരണം അമ്മയാണെന്നുള്ള സത്യം ആരും അറിയരുതെന്നുള്ളത്. ഒരു കണ്ണാടിയുടെ അപ്പുറം ഇപ്പുറം നിൽക്കും പോലെ ആയിരിക്കണം നമ്മുടെ ജീവിതം, അതുപോലെയാണ് ഞാനിവിടെ എന്നൊക്കെ ഇങ്ങനെ അലീന രേവതിക്ക് പറഞ്ഞു കൊടുക്കാം കേട്ടോ. അതുപോലെ നമ്മുടെ രേവതിക്കുട്ടിയല്ല, നമ്മുടെ ചിന്നിക്കുട്ടി കേട്ടോ. ചിന്നിക്കുട്ടിക്ക് തീരെ ആയിട്ട് നല്ല വിഷമമുണ്ട്. കാരണം മുട്ടായിയും കേക്കും ബലൂണും ഒക്കെ ബർത്ത്ഡേക്ക് വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ട് പോയ രണ്ട് ചേച്ചിമാരാണല്ലോ അലീനയും രേവതിക്കുട്ടിയും. ഇതുവരെയായിട്ടും തിരിച്ച് കണ്ടിട്ടില്ല. അവരെ ഓർത്ത് എന്നും കരച്ചിലും സ്വപ്നം കാണലും ബഹളം ഒക്കെ ആയിട്ടോ. ശ്രമിക്കാൻ തന്നെ അങ്ങേയറ്റം അവിടുത്തെ സിസ്റ്റർമാർ ആ കുട്ടിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. എന്നാലും കുഞ്ഞല്ലേ, ഒരു ദിവസം റോഡിലേക്ക് ഇറങ്ങി ഓടുക കേട്ടോ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ചേച്ചിമാർ. അങ്ങനെ ഒരു ലോറിയുടെ മുമ്പിലേക്ക് ചെന്ന് പെടുകയാണ്. പാവം, എന്തോ ദൈവഭാഗ്യം കൊണ്ട് ആ കുട്ടി ആക്സിഡൻറ്റിൽ പെട്ട് മരിക്കുന്നൊന്നുമില്ല കേട്ടോ. അവിടുന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് വരികയാണ് അവിടുത്തെ ആയ. അങ്ങനെ അത് കണ്ടുമ്പം പിന്നെ ഭയങ്കര പേടിയാവുന്നുണ്ട് അവിടെ എല്ലാവർക്കും കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കമലയാണെങ്കിൽ വീട്ടിൽ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് അലീനയെക്കുറിച്ച്, അമ്മയെ അവൾ നോക്കുന്നുണ്ടോ, എങ്ങനെയുണ്ട് അവിടെ, അവിടെ ഇപ്പോൾ നല്ലപോലെ അവൾ പണിയെടുക്കുന്നുണ്ടോ, അവളെ കൊണ്ട് എന്തിനു കൊള്ളാം എന്നൊക്കെ കുറേ കുറ്റങ്ങൾ അങ്ങ് നിരത്താണ് കേട്ടോ. അപ്പോൾ തന്നെ വൈജയന്തി അവിടെ നിന്ന് വിളിച്ച് പറയുന്നുണ്ട്, നീ വിചാരിക്കുമ്പോഴല്ല, അവളെ നല്ല വൃത്തിയും വെടുപ്പും ഒക്കെയുണ്ട്, എന്ത് നീറ്റായിട്ടാണ് ഈ വീടിട്ടേക്കുന്നത് നിനക്കറിയോ. അതുമാത്രമല്ല അവളുടെ ഭക്ഷണം, അവൾ എന്തുണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റാണ്, നല്ല കൈപ്പുണ്യമാണ്, അതിലൊന്നും എനിക്കൊരു കുറ്റം അവളെ പറയാൻ പറ്റുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ. അതെല്ലാം നമ്മുടെ അനിയനെ കേട്ടുകൊണ്ട് നിന്നിട്ട് ഭയങ്കരമായിട്ട് സന്തോഷിക്കുക, അതിനെക്കുറിച്ച് നല്ലത് പറയണം കേൾക്കുമ്പോൾ കേട്ടോ. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.